പ്രിയമുള്ളവരെ, കുണ്ടൂർ ഉസ്താദ് വലിയ മഹാനാണ് എന്നതിൻ്റെ മറ്റൊരടയാളം ഈ കുണ്ടൂരിൽ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആലുവായി മൗലവി പാപ്പായ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആലുവായി മൗലവി പാപ്പാനെ ക്ഷണിക്കാൻ വേണ്ടി ഉസ്താദും കൂടുള്ളവരും കൂടി ആലുവായിൽ പോയി. ആലുവായി മൗലവി പാപ്പാൻ്റെ ചരിത്രവും ഒക്കെ കഴിഞ്ഞ ഉസ്താദിൻ്റെ ബെയ്ത്തുകൾ ഇവിടെ വിശദീകരിച്ച സെഷനിൽ വളരെ കൃത്യമായി അത് പഠനം നടത്തിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആലുവായി മൗലവി പാപ്പ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ആ ആലുവായി മൗലവി പാപ്പാനെ ക്ഷണിക്കാൻ വേണ്ടി കുണ്ടൂർ ഉസ്താദും കൂടെയുള്ളവരും കൂടി പോയി. ആലുവായിലെത്തി, മുടിക്കലെത്തി. മൗലവി പാപ്പാനെ കണ്ടപ്പോൾ, വളരെ വിദൂരതയിൽ നിന്ന് കണ്ടപ്പോൾ കുണ്ടൂർ ഉസ്താദ് അവിടെ നിന്നു. അത് ഉസ്താദിൻ്റെ ഒരു ബഹുമാനമാണ്. ബഹുമാനം അറിയുന്നവർക്കേ ബഹുമാനിക്കാൻ അറിയൂ. നമുക്ക് ബഹുമാനം അറിയില്ല, അതുകൊണ്ട് ബഹുമാനിക്കാനും അറിയില്ല. ബഹുമാനം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ബഹുമാനിക്കാൻ നമുക്ക് കഴിയും. കുണ്ടൂർ ഉസ്താദ് കണ്ണെത്തുന്ന ദൂരത്ത് നിന്നു. ഇത് ഉസ്താദിൻ്റെ ഒരു സ്വഭാവമാണ്. ബഹ്റുൽ ഉലൂം ശൈഖുനാനെ കാണാൻ വേണ്ടി ഒരിക്കൽ മദീനയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ബെയ്ത്തുണ്ടാക്കി. ഉസ്താദ് എല്ലാ വർഷവും ഉസ്താദ് ഹജ്ജ് വേളയിൽ ബെയ്ത്തുണ്ടാക്കും, മുത്തു റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ. അങ്ങനെ ആ വർഷം ഒരു വർഷം ഉണ്ടാക്കിയ വരിയാണ് യാ നൂറൽ ഹുദാ അലൈക സ്വലാത്തു മഅസ്സലാമി ഖുദ് ബി ഐദീനാ ഫകുന്നാ ഫിൽ ഉമൂരി ഹൈരീനാ. ഒരുപാട് വരികളുണ്ടത്. ആ ബെയ്ത്തുണ്ടാക്കിയ കൊല്ലം ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ, വന്ന് കുറഞ്ഞ ദിവസം 1-2 ദിവസമായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അന്ന് ഓക്കെ ഉസ്താദിൻ്റെ അടുത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തൊന്ന് പോകണം, നമ്മൾ ആ ബെയ്ത്ത് ഉസ്താദിനൊന്ന് ചൊല്ലിക്കൊടുക്കണം, നമ്മളുണ്ടാക്കിയ ആ വരികൾ ഉസ്താദിനൊന്ന് ചൊല്ലിക്കൊടുക്കണം, അതുകൊണ്ട് നിങ്ങളും വരണം എന്ന് പറഞ്ഞു കണ്ട് ഉസ്താദ് ബാവാജിനോടൊക്കെ വിളിക്കാൻ പറഞ്ഞ് അവർ വിളിച്ചു. അങ്ങനെ ഞാൻ ശങ്കട്ടിയിലെത്തി, ബസ്സിന് വന്നു. അവിടുന്ന് അവർ വരുന്ന വണ്ടിയിൽ ഞാനും കയറി. ഒരു മാരുതി ജന്നാണ്. അങ്ങനെ ബഹ്റുൽ ഉലൂം ശൈഖുനാൻ്റെ ഹദ്റത്തിലെത്തിയപ്പോൾ ആ കൊലായിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിന്നു, അടുത്തേക്ക് പോയില്ല. ശൈഖുനാണെങ്കിലോ വലിയ വിനയവും വലിയ ബഹുമാനമുള്ള ആളാണ് ഓക്കെ ഉസ്താദ്. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനം അറിയുന്നവർക്കേ ബഹുമാനിക്കാൻ അറിയൂ. അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളി കാതറോയിലേരെ എന്നൊക്കെ പറഞ്ഞ് ആ കൊലായിലേക്ക് കയറ്റി ആ കയറിയോടത്തവിടെ നിന്നു. ഉസ്താദ് കസേരയിൽ പോയി ഇരുന്നു. അടുത്തുള്ള കട്ടിലിൽ ഇരിക്കാൻ പറഞ്ഞു, കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. പല തവണങ്ങൾ ഇരിക്കണില്ലെങ്കിൽ ഞാനും നിൽക്കുകയാണെന്ന് പറഞ്ഞ് ശൈഖുന. നിങ്ങൾ ഇരിക്കണില്ലെങ്കിൽ ഞാനും നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ നിലത്താണ്ട് പടിഞ്ഞിരുന്നു. അവിടുത്തെ കോലായിൽ അങ്ങോട്ട് ഇത് പടിഞ്ഞിരുന്നു. ഓക്കെ ഉസ്താദിൻ്റെ ശൈഖുനാൻ്റെ. എങ്ങനെയാണ് ഒരു ആലിമിനെ ബഹുമാനിക്കേണ്ടത്, മഹത്തുക്കളെ ബഹുമാനിക്കേണ്ടത്? അത് കുണ്ടൂർ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട്. ഞമ്മക്കൊക്കെ തുണിയിൽ ചളിയാവുമെന്ന് തോന്നുകയാണ്. ഉസ്താദിന് അങ്ങനത്തെ തോന്നലൊന്നുമില്ല. അവിടെ ഇരുന്നു, ഞങ്ങളും ഇരുന്നു അവിടെ. അങ്ങനെ ആ ബെയ്ത്തും തേരി ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ശൈഖുനാക്കാണെങ്കിലോ റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്കുള്ള മഹാനാണ് ബഹ്റുൽ ഉലൂം ഉസ്താദ്. അതങ്ങനെ ചൊല്ലിയില്ല. രണ്ടാമത്തെ വരി ചൊല്ലിയപ്പോൾ ഇന്നാ യാ ഖൈറൽ അനാമി ജിനാക നൈലൽ മറാമി ഇല്ലം തുൻജീനാ ഫമയ്യുൻ
ജീനാ മഅ്വൽ ഹായിരീന. ഈ വരിയാണ്ട് ചൊല്ലിയപ്പോൾ ബഹ്റുൽ ഷെയ്ഖിനെ പൊട്ടി പൊട്ടി അങ്ങോട്ട് കരഞ്ഞു പോയി. എന്താണ് ആ വരിൻ്റെ ആശയം? ഇന്നാ യാ ഖൈറൽ അനാമി ജിനാക നൈലൽ മറാമി. ഖൈറുൽ അനാമായ സൃഷ്ടികളിൽ ഉത്തമരായ നബിയെ, ഞങ്ങളിതാ തങ്ങളടുക്കൽ വന്നിരിക്കുന്നു, പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു, പല കാര്യങ്ങളും നേടിയെടുക്കാൻ തങ്ങളെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു. ഈ വരി അങ്ങോട്ട് പാടിയപ്പോൾ അതാ ഇന്നാ യാ ഖൈറൽ അനാമി ജിനാക നൈലൽ മറാമി ഇല്ലം തുഞ്ചീന ഫമൻ യുഞ്ചീന. തങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ ആരാണ് നബിയെ രക്ഷപ്പെടുത്തുക? ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. തങ്ങളെ ഞങ്ങൾക്ക് നജാത്ത് തന്നില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് നജാത്ത് തരാൻ ആരാണുള്ളത്? ഇതാണ്ട് ചൊല്ലിയപ്പോൾ ബഹ്റുലും അത് പൊട്ടി പൊട്ടി കരഞ്ഞു പോയി. അവരൊക്കെ കൽബിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടുള്ള അളവറ്റ മഹബത്തും ഇഷ്കും എത്രമാത്രമാണെന്ന് നമുക്കൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ ആ ഒരു കരച്ചിലും ആ ഒരു പാടിക്കൊടുക്കലും മതി. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആലുവായി മൗലവി പാപ്പാൻ്റെ അടുത്തെത്തിയപ്പോൾ കാണുന്നിടത്തവിടെ നിന്നു. ക്ഷണിക്കാൻ പോയതാ, അടുത്തേക്ക് പോയില്ല. കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അപ്പോഴുള്ളവരും നിന്നു. കുറേ സമയം നോക്കി നിന്നതിന് ശേഷം കൂടെയുള്ളവരോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ വരും. അടുത്തേക്ക് പോയിട്ടില്ല, വിവരം പറഞ്ഞിട്ടില്ല, ഏത് നാട്ടുകാന്ന് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ വരും, നമുക്കിനി തിരിച്ചു പോകാം. ഇത്രാം തീയതി വരും, ഇത്രാം തീയതി വരും, തീയതി അടക്കം പറഞ്ഞു ഉസ്താദ്. ഇത്രാം തീയതി വരും. എത്രയോ ദൂരത്താണ് നിൽക്കുന്നത്. ടെലിഫോൺ അഭിസംബോധന അല്ല അവിടെ നടന്നത്. അവർ തമ്മിലുള്ള കണക്ഷനാണ് ഞാൻ പറയുന്നത്. അവർ ദൂരെ നിന്നാൽ മതി. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വലിയ നോട്ടീസുകളൊക്കെ അടിച്ചിറക്കി. ഇന്ന് കൊണ്ടൂരിൽ ഇത്രാം തീയതി ആലുവായി മൗലവി പാപ്പ വരുന്നു. ആരെ ക്ഷണിച്ച്? മൗലവി പാപ്പാനെ ആരെ ക്ഷണിച്ച്? അങ്ങനെ ഉസ്താദ് തന്നെ നമ്മളോട് പറയാം, കൊണ്ടൂരിൽ വലിയ സ്റ്റേജൊക്കെ കെട്ടി മൗലിദ് തുടങ്ങിയിരിക്കണ്. മൗലിദ് ഇങ്ങനെ തുടങ്ങി കുറേ മൗലിദുണ്ടായപ്പോൾ ആരോ പാഞ്ഞു വന്നിട്ട് പറഞ്ഞത്രേ, ആലുവായി മൗലവി പാപ്പ വെന്നൂർ പറമ്പിൽ എത്തിക്കണ്. ഉസ്താദിനോട് വന്നിട്ട് പറയാം, ആരോ ആലുവായി മൗലവി പാപ്പാനെ വഴിയിലൂടെ കണ്ടിട്ടോ മറ്റോ വണ്ടിയേറ്റ് വന്നിട്ട് പറഞ്ഞേക്കാണ്, ആലുവായി മൗലവി പാപ്പ വെന്നൂരെത്തിയിട്ടുണ്ട്. അതിൽ ഉസ്താദ് അഷ്റഖൽ ബദർ കൊണ്ട് തുടങ്ങി. ഉസ്താദിന് അങ്ങനെയാണല്ലോ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. നിറഞ്ഞ സദസ്സിൽ, കാരണം ആലുവായി മൗലവി പാപ്പ വരും എന്ന് കൊണ്ടൂർ ഉസ്താദിൻ്റെ മജ്‌ലിസിൽ വരുമെന്ന് കേട്ടാൽ അന്നത്തെ ആളുകളൊക്കെ എത്ര പ്രയാസമുണ്ടെങ്കിലും പങ്കെടുക്കും. അന്നൊക്കെ നാട്ടിൽ അത്ര വിശ്വാസമുള്ള ആളുകളാണ്. പ്രസംഗിക്കണം, രണ്ടു വാക്ക് പറയണ്ടേ? പോവുകയാണ്, ക്ഷീണുണ്ട്. അള്ളാഹു പൂർണ്ണ ഷിഫ അള്ളാഹു കൊടുക്കട്ടെ, പൂർണ്ണ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതൊക്കെ ആ ഇഷ്ക് കൊണ്ട് വന്നത്. ഒന്ന് വന്നു പോവുക, ഇവിടുന്ന് വരാറ്റ് മനസ്സിൻ്റെ പൊറുതിയേട്, അതിന് വേണ്ടിയിട്ട് വന്നത്. അവർ തമ്മിലുള്ള ആ ബന്ധങ്ങളാണ് അതൊക്കെ. ഇരിക്കി പ്രിയമുള്ളവരെ, അഷ്റഖൽ ബദർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആലുവായി മൗലവി പാപ്പ സദസ്സിലേക്ക് അങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
കാലഘട്ടത്തിൽ ജീവിച്ചു പോയ മഹാനായ കുണ്ടൂർ ഉസ്താദ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഔലിയാക്കളാണ് എന്നുറപ്പുള്ള മഹത്തുക്കൾ കുണ്ടൂർ ഉസ്താദിന് നൽകിയ പദവി അത് ചെറിയ പദവിയല്ലല്ലോ. നമ്മളൊക്കെ അങ്ങനെ ദൂരെ പോയി വിചാരിച്ചാൽ വരുമോ? അവർ തമ്മിലുള്ള മാനസികമായ ബന്ധവും അടുപ്പവുമാണത്. പ്രത്യേകിച്ച് ഉസ്താദിൻ്റെ അങ്ങനെ ഒരു മാനസികമായൊരു ബന്ധം ഒന്നരായ കുണ്ടൂർ ഉസ്താദിനുണ്ട് പലരുമായും. പല ആളുകളും മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് ഉസ്താദ് അറിയും. അതിൻ്റെ പ്രതിവിധിയും അതിൻ്റെ എല്ലാ പരിഹാരവും ഉസ്താദ് നിർദ്ദേശിക്കുകയും ചെയ്യും. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഇന്നും ആ ഖബറിൽ ഈ ഉറൂസ് മഹാനവറുകൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഹയാത്ത് കാലത്ത് ഉസ്താദിന് വലിയ സന്തോഷമാണ് വയലു പറയുക, മുത്തു റസൂലുള്ളാഹിൻ്റെ മദ്ഹികൾ പറയുക, ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കർശനമായി പറയുക. ഇത് ഉസ്താദില്ലേ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ പ്രസംഗം ഇപ്പം നിർത്തും. നമ്മളെ ദേവർസ്വാല ഉസ്താദ് ഞാൻ വന്നിട്ടില്ലായിട്ടിരിക്കുക, അവിടെ നിന്ന് പോയിരുന്നു കണ്ട് കയറിനൊക്കെ കണ്ട്. ആയിക്കോട്ടെ, അല്ലാഹു ഉസ്താദിന് അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. കൂടല്ലൂരിൽ നിന്ന് വന്നതാണ്. ഞാൻ നിർത്താം, നമുക്ക് സമയമുണ്ടെങ്കിൽ ഇനിയും വേറെ അറിയാം, കുഴപ്പമില്ല. നമ്മൾ പിന്നെ എപ്പോഴും ഇവിടെ തന്നെ ഉള്ള ആളാവുമ്പോഴേ, പണ്ടും അങ്ങനെ തന്നെയാണ്. വയലാറിയാൻ ഏൽപ്പിച്ച മൂലർ വന്നില്ലെങ്കിലും വയലാറില്ലേ നമ്മൾ തന്നെയാണ്. വന്നിട്ട് സമയം ബാക്കിയുണ്ടെങ്കിലും പറയല് നമ്മൾ തന്നെയാണ്, വരാൻ വൈകിയാലും പറയല് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവർസ്വല ഉസ്താദിൻ്റെ വയലുണ്ടാവും. ഈ വരുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല, ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. അപ്പം അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്, അന്നത്തെ മഹത്തുക്കൾ കാലഘട്ടത്തിൻ്റെ മഹാന്മാർ മുഴുവനും വലിയ പദവിയാണ് കുണ്ടൂർ ഉസ്താദിന് നൽകിയത്. നമ്മൾ വെറുതെ വലിയുള്ളാഹി എന്നും ആഷിഖുർ റസൂൽ എന്നും വെറുതെ പറയുന്നതല്ല. അവരൊക്കെ മഹാന്മാരാണ് പ്രഖ്യാപിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെ ഗോൾഡൻ ജൂബിലിക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഗോൾഡൻ ജൂബിലിക്ക് മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക് അലവിൽ മക്കി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി, അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഗോൾഡൻ ജൂബിലിക്ക് ബഹുമാനപ്പെട്ടവർ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ ചോദിക്കലും തുടങ്ങി, എന്ത് കുണ്ടൂരെവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി. അന്ന് ഉസ്താദ് എൻ്റെ വീട്ടിലാണ്, സഫർ മാസമാണ്, എൻ്റെ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം. എൻ്റെ ഉപ്പാൻ്റെ ആണ്ട് തീരുമാനിക്കൽ, ഞങ്ങൾ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് ഉസ്താദാണ് തീരുമാനിക്കുക. അതിൻ്റെ ദിവസം ഭക്ഷണത്തിന് വരലൊക്കെ ഉസ്താദ് തീരുമാനിക്കുന്നതനുസരിച്ചാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാൻ്റെ ആണ്ട് നടത്തുക. 31ാമത് ആണ്ടാണ് ഈ കൊല്ലത്തെ ആണ്ട്. അല്ലാഹു ഉപ്പാൻ്റെ ഖബർ സ്വർഗ്ഗമാക്കി കിടക്കണം. ഉസ്താദ് വഫാത്ത് വരെ ആണ്ടിന് വന്നിട്ടുണ്ട്. വന്നാൽ കുറേ കിടക്കുക. അപ്പം എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഫോണ് വന്നത്, മാലിക് തങ്ങൾ ആരെ അന്വേഷിക്കുന്നുണ്ട്, കുണ്ടൂർ ഉസ്താദിനെ അന്വേഷിക്കുന്നുണ്ട്. ഫോണ് വന്നേക്കാൻ ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരു പെന്നും കടലാസും തരുമോയെന്ന് ചോദിച്ചു. കാരണം മാലിക് തങ്ങളെ അടുത്തേക്ക് പോകുമ്പോൾ മാലിക് തങ്ങൾക്കൊരു സ്വാഗതഗാനം ഉണ്ടാക്കുകയാണ്. ആര്? മാലിക് തങ്ങളെ പ്രശംസിച്ചുകൊണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ പേനും ഇതും കൊടുത്തു. ഇബ്നു മാലിക് തങ്ങളെ അൽഫിൻ്റെ ആ രീതി അനുസരിച്ച് മാലിക് എന്ന് അവസാനിക്കുന്ന ഒരു 10-12 വരി അങ്ങോട്ട് എഴുതി 5 മിനിറ്റ് കൊണ്ട് എഴുതി. മാലിക് തങ്ങളെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതി. ഇത് ഞാൻ നമ്മളെ ഹസനി ഉസ്താദൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. ഞങ്ങളോട് അന്ന് പാടാൻ പറഞ്ഞു. ഞങ്ങൾ അൽഫിൻ്റെ ബെയ്ത്തിൻ്റെ ഈണത്തിൽ അതിങ്ങനെ പാടിക്കൊടുത്തു. ആർക്ക്? വലൈക്കും അസ്സലാം. പ്രിയമുള്ളവരെ, 5 മിനിറ്റ് കൊണ്ടുണ്ടാക്കാൻ 8-10 മിനിറ്റ് കൊണ്ടുണ്ടാക്കിയ ആ വരികൾ ഞങ്ങളെന്ത് ചെയ്തു? ഉസ്താദ് ആലോചിക്കാനൊന്നും സമയമില്ല, എഴുതന്നെ
ഓരോ വരികളും എഴുതി തന്നെ. അങ്ങനെ എഴുതി പാടിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ല അരണ്ടില്ലേ? ഉസ്താദിന് ചോദിക്കുക, അല്ല അരണ്ടില്ലേ? പോവല്ലേ? എന്നോട് ചോദിച്ചു, നിങ്ങളും പോരൂല ചോദിച്ചു. പോരും തരട്ടെ, ഞമ്മക്കും പോകാൻ അവസരം കിട്ടുകയല്ലേ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ഓരോ വണ്ടിയിൽ ആ മാരുതി തന്നെ അപ്പോഴും കാറ് അതിൽ കയറി ഞങ്ങൾ കോഴിക്കോട് മർക്കസിലേക്ക് വിട്ടു. മർക്കസിൻ്റെ പഴയ ഓഫീസിലെത്തി. ഞങ്ങളെ കണ്ടപാടെ ഞങ്ങൾക്ക് പ്രത്യേകം ഡോറൊക്കെ തുറന്നു തന്നു. അവിടെ ലൈന് നിൽക്കുകയാണ് ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, പുറത്താണൊക്കെ. അപ്പം അങ്ങനെ മനസ്സിൽ നമുക്കൊക്കെ തോന്നി, ഇവരൊപ്പം കൂടിയാൽ ഇവർ കിടക്കണോടത്തൊക്കെ ഇപ്പം നമുക്കും കിടക്കാം. അല്ലാഹു തആല അവരെ കൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. അവരിനപ്പം ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അവരെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം നൽകട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? അവിടേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ച ഉടനെ ഞങ്ങളോട് ഇത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാലിക്കി തങ്ങൾക്ക് ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്തു. അപ്പോൾ മാലിക്കി തങ്ങൾ ഒരു അരം പിടിച്ചുകൊണ്ട് തലോണ്ട് ഇങ്ങനെ ആട്ടി തന്നെ മൂപ്പര് ഈ വെയ്ത്ത് അനുസരിച്ച് മൂപ്പരും. പിന്നെ ഞങ്ങൾ 2-3 വെയ്ത്തിന് മാലിക്കിന്ന് ചെല്ലിയപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ മൂപ്പരും പറയും മാലിക്കി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അൽഹംദുലില്ലാ അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ മാലിക്കി തങ്ങൾ 2 കൈ കൊണ്ട് ഇങ്ങനെ അണിഞ്ഞൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, അൽ മജ്ദൂബ് നൗആനി. ഇന്ന് എനിക്ക് ആ ഇബാറത്ത് ഓർമ്മയുണ്ട്. അൽ മജ്ദൂബ് നൗആനി, മജ്ദൂബ് 2 ഐറ്റമുണ്ട്. അന്ത മജ്ദൂബുൻ ഹഖാ, നിങ്ങൾ യഥാർത്ഥ മജ്ദൂബ് തന്നെയാണ്. ആരാ പറഞ്ഞത്? സയ്യിദ് മുഹമ്മദ് മാലിക്കി മക്ക മഹാനവറുകൾ പറഞ്ഞ പദവാക്കാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുണ്ടൂർ ഉസ്താദിന് മഹത്തുക്കൾ കൊടുത്ത പട്ടവും അംഗീകാരങ്ങളും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിഥികളാണല്ലോ പ്രസംഗിക്കേണ്ടത്. വന്യരായ ദേവർശാല ഉസ്താദ് നമുക്ക് ആവശ്യമായ പ്രസംഗവും നല്ല വേലൊക്കെ പറയും. റബീഉൽ അടുത്ത സമയമാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അങ്ങനെയുള്ള മഹാന്മാരുടെ അംഗീകാരം വാങ്ങിയിട്ട് ഉള്ള അംഗീകാരം അല്ലാഹ് നമുക്ക് തരട്ടെ.